ഷമീർ എവിടെയാണ്? പരിശോധിക്കുന്നു ഇക്ബാൽ അറക്കൽ. വെൽക്കം ഇക്ബാൽ അറക്കൽ. ഷമീറിനെ കുറിച്ച് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇറാനിലേക്ക് കൊണ്ടുപോയി ഈ സാബിത്ത് അവയവങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നതാണ് നമുക്ക് അറിയേണ്ടത്. രണ്ടാമത്തേത്, കുടുംബവുമായി പിണങ്ങിപ്പിരിഞ്ഞാണ് ഷമീറിന്റെ പോക്ക്. അതുകൊണ്ട് തന്നെ കുടുംബവുമായി ഇനിയൊരു കോണ്ടാക്ട് ഉണ്ടാകില്ല എന്നതും സാബിത്ത് കൃത്യമായി ഉറപ്പാക്കിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സാബിത്തിനെ പോലൊരു കണ്ണിയായി ഷമീർ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയവും ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഈ അവയവക്കടത്തിൽ ഉൾപ്പെട്ട അവയവം ദാനം ചെയ്തായാലും സാമ്പത്തിക പ്രതിസന്ധി മാറ്റണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഷമീറിനെ പോലുള്ളവരെയാണോ ഈ റാക്കറ്റ് ലക്ഷ്യമിട്ടിരുന്നത്? നമ്മൾ ഷമീറിനെ തേടി പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇക്ബാൽ അറക്കൽ? ഷമീറിന്റെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ വളരെ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയായിരുന്ന ഒരു യുവാവാണ് ഷമീർ. വർഷങ്ങളായി ഷമീർ ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ഇത് മറികടക്കാൻ വേണ്ടി ഷമീർ പല രീതിയിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടായിട്ടുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് ഷമീർ ഇത്തരത്തിൽ പാലക്കാട് ചില പോലീസ് സ്റ്റേഷനുകളെ ബന്ധപ്പെടുന്നത്. തനിക്ക് അവയവദാനം നടത്തണം, അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് ക്ലിയറൻസ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഷമീർ ഉദ്യോഗസ്ഥരെ സമീപിച്ചത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഷമീറിന്റെ മാതാപിതാക്കൾ ഇതിന് സമ്മതം നൽകാത്തതിനെ തുടർന്നാണ് അന്ന് ഷമീറിനെ ഈ ഒരു ക്ലിയറൻസ് കിട്ടാതാവുകയും ഈ ഒരു അവയവദാനം നടക്കാതെ പോവുകയും ചെയ്തത്. ഇതിനുശേഷം ഷമീർ ഈ ഒരു ശ്രമത്തിൽ നിന്ന് പിന്തിരുന്നു. ഏതായാലും ഇത്തരത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന യുവാക്കളെ തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഈ അവയവക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സാബിത്ത് നാസറെ പോലുള്ളവർ ചൂഷണം ചെയ്തിട്ടുണ്ടാവുക. കൃത്യമായി ഷമീറെ പോലുള്ളവരെ വലയിലാക്കി ഇവരെ ഇറാനിലേക്ക് എത്തിച്ച് അവിടെ ഈ ഒരു അവയവക്കടത്തിന് കൂട്ടുനിൽക്കുന്നതായിരിക്കണം ഒരു പക്ഷേ സാബിത്ത് നാസറിന്റെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയാൻ. മാത്രമല്ല ഷമീറിനെ പോലുള്ളവരെ ഉപയോഗിച്ച മറ്റേ ആളുകളെ ഈ ഒരു അവയവക്കടത്തിനായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിൽ സാബിത്ത് നാസറിനെ മൊഴിയെടുത്തുള്ള പോലീസിന് ഒരു കാര്യം കൂടി വ്യക്തമാവേണ്ടതുണ്ട്. കാരണം എന്നാണ് ഷമീറിനെ ഇറാനിലേക്ക് എത്തിച്ച ഈ ഒരു അവയവദാനം നടത്തിയിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ച് മതിയാവും. കാരണം ഷമീറിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് വാർഡ് കൗൺസിലർ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മാസം മുമ്പ് ഷമീർ തായ്ലാൻഡിലുള്ള ബാങ്കോക്കിൽ ഉണ്ട് എന്നൊരു വിവരം സുഹൃത്തുക്കൾക്ക് ഷമീർ ഫേസ്ബുക്ക് മുഖേന അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിനിടയിലാണോ ഷമീറിനെ ഇറാനിലേക്ക് എത്തിച്ച് അവയവദാനം നടത്തിയിട്ടുള്ളത്, അത് അല്ലെങ്കിൽ അതിനു മുമ്പാണോ എന്നൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഷമീർ ഏതായാലും വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മാറി താമസിക്കുകയാണ്. ഇന്നലെ ഷമീറിന്റെ പിതാവും മാതാവും എല്ലാം പ്രതികരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സാമ്പത്തിക പ്രശ്നത്തെ ചൊല്ലി തങ്ങളുമായി ഒരു കലഹമുണ്ടാക്കി ഷമീർ 1 വർഷവും 3 മാസം മുമ്പാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ സമയത്ത് ഷമീറിന്റെ കയ്യിൽ പാസ്പോർട്ട്, ആധാർ തുടങ്ങിയ കാര്യങ്ങളും വീട്ടിൽ നിന്ന് എടുത്താണ് ഷമീർ വീട്ടിൽ നിന്ന് പോകുന്നത്. ഇതിനുശേഷം വീട്ടുകാരുമായി ഫോണിൽ പോലും ബന്ധപ്പെടാൻ ഷമീർ തയ്യാറായിരുന്നില്ല. സുഹൃത്തുക്കളുമായും ഷമീർ യാതൊരുവിധ ബന്ധവും സ്ഥാപിച്ചിരുന്നില്ല. പിന്നീട് ഈ കുറെ കാലങ്ങളായി ഷമീറെ കാണാതായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി പോലീസും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും നിലവിൽ ഷമീറിന്റെ കുടുംബം താമസിക്കുന്ന പള്ളിക്കുളത്തെ വാടക വീട്ടിലേക്ക് എത്തിയത്. അപ്പോഴാണ് ഷമീറിന്റെ കുടുംബം ഈ ഒരു അവയവക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് ഷമീറിന്റെ കുടുംബവും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം ഇപ്പോൾ ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഷമീർ വിവരങ്ങളുമായി നമുക്കൊപ്പം പാലക്കാട്ട് നിന്നും ചേർന്നത്.